നാസർ കൊളായി ബി റജി പറഞ്ഞ വാക്കുകൾ താങ്കൾ കേട്ടിരിക്കും. ഒന്ന്, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കെതിരായി ഇങ്ങനെ പറയുന്നത് ശരിയാണോ? അത് യുക്തിഭദ്രമായി എന്തൊക്കെ വസ്തുതകൾ മണിശങ്കര കയ്യിൽ ഉണ്ടായാലും ഇങ്ങനെ പറയാമോ കോൺഗ്രസിനെതിരെ? അതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ 1 ചോദ്യം. നമ്പർ 2, ഈ മണിശങ്കർ അയ്യർ പല കോൺഗ്രസ്സുകാരെയും പോലെ കോൺഗ്രസ് വിട്ട ഒരാളാണ് എന്ന് ആണ് പറയുന്നത്. ഈ 2 പോയിന്റുകളാണ് റജി മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ റജി പറഞ്ഞതിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം പറഞ്ഞു. റജി പറയാണ് മണിശങ്കർ അയ്യര് കേരളത്തിന് പുറത്തുള്ള ആളാണ്, അയാൾക്ക് കേരളത്തെ കുറിച്ച് എന്തറിയാം. അത് വളരെ കൃത്യമാണ് പറഞ്ഞത്. മണിശങ്കർ അയ്യർ കേരളത്തിന് പുറത്തുള്ള ആളാണ്, ഉത്തരേന്ത്യയിലൊക്കെ ജീവിച്ച ആളാണ്. ഉത്തരേന്ത്യയിലെ പട്ടിണി പാവങ്ങൾ, ജീവിതത്തിൽ ഇന്നുവരെ വൈദ്യുതി കാണാത്തവർ, ജീവിതത്തിൽ ഇന്നുവരെ ചികിത്സ ലഭിക്കാത്തവർ, ജീവിതത്തിൽ ഇന്നുവരെ കലാലയം കാണാത്തവർ. കുംഭമേള നടന്നപ്പോ മൊണാലിസയുടെ കണ്ണുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. ലോകം വലിയ അത്ഭുതത്തോടു കൂടിയാണ് ആ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളത്. ആ പെൺകുട്ടിയോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എത്ര വരെ പഠിച്ചു, ഏത് സ്കൂളിലാണ് പഠിച്ചത്? സ്കൂൾ എന്ന വാക്ക് പോലും ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോ ഈ കേരളത്തിന് പുറത്തുള്ള മനുഷ്യരെ കണ്ട മണിശങ്കർ അയ്യർ ഈ കേരളത്തിൽ വരുമ്പോ പട്ടിണിയില്ലാത്ത മനുഷ്യരെ കാണുകയാണ്, ദരിദ്രരില്ലാത്ത മനുഷ്യരെ കാണുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട് എന്ന്. കവി കരളരിഞ്ഞ് പാടിയെടുത്തെന്നാണ് EMS ഭൂമിക്ക് അവകാശം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. EMSന്റെ പിന്മുറക്കാരൻ ഈ കേരളത്തിലെ ജനങ്ങളോട്, പിന്മുറക്കാരനായ പിണറായി കേരളത്തിലെ ജനങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വീടില്ലാത്തവരുണ്ടോ, അത്തായ പട്ടിണിക്കാരുണ്ടോ എന്നൊരു സിനിമയിൽ മധുവിന്റെ കഥാപാത്രം ചോദിക്കുന്ന പോലെയാണ് പിണറായി ചോദിച്ചത്. വീടില്ലാത്തവരുണ്ടോ? അപ്പൊ വീടില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു കേരളത്തിൽ. അന്തിയുറങ്ങാൻ തന്റെ പ്രായപൂർത്തിയായ മക്കളെ മറ്റാരെങ്കിലും മാനഭംഗപ്പെടുത്തുമെന്ന് കരുതി അവരെ ശരീരത്തോട് ചേർത്ത് കെട്ടിവെച്ച് കിടന്നുറങ്ങിയവര്, ഒരു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടിനുള്ളിൽ താമസിച്ചവര്, അങ്ങനെയുള്ള 5 ലക്ഷം മനുഷ്യർക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടുണ്ടാക്കി കൊടുത്ത ഗവൺമെന്റാണ് പിണറായി സർക്കാർ. ഉത്തരേന്ത്യയിലെ തെരുവുകളിൽ മണിശങ്കർ അയ്യർ കടന്നു പോകുന്ന കേരളത്തിന് പുറത്ത് അയാൾ കാണുന്നത് വലിയ പൈപ്പുകൾക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യരാണ്, വീഴാറായ കുടിലുകൾക്കകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് മനോഹരമായ വീട് ഉണ്ടാക്കി കൊടുത്ത ഒരു നാട് കാണുകയാണ് മണിശങ്കർ അയ്യർ. കേരളം, എന്റെ ഗാന്ധിയുടെ സ്വപ്നം പൂവണിഞ്ഞ നാട് ഇതാ കേരളത്തിൽ കാണുന്നു. മണ്ണില്ലാത്ത മനുഷ്യര്, അവർക്ക് മണ്ണുണ്ടാക്കി കൊടുത്ത ഗവൺമെന്റ്. ഉള്ള ഭൂമിയിൽ ക്രയവിക്രയം ചെയ്യാൻ കഴിയാതെ പട്ടയമില്ലാത്ത മനുഷ്യര്, 4 ലക്ഷം പേർക്ക് പട്ടയം ഉണ്ടാക്കി കൊടുത്ത സർക്കാരിനെ കാണുകയാണ്. ഭൂമി എന്ന് ഇന്ന് വരെ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു നാട്ടിൽ നിന്നാണ്, കേരളത്തിന് പുറത്തുനിന്നാണ് മണിശങ്കർ അയ്യർ വരുന്നത്. കലാലയം എന്തെന്ന് കാണാത്ത 10,000-കണക്കിന് മനുഷ്യർ, കുട്ടികൾ തെരുവിൽ ജീവിക്കുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന മണിശങ്കർ ഇവിടെ വരുമ്പോ കാണുന്നത് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള, പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ന് തോന്നിപ്പിക്കുന്ന കെട്ടിടത്തിനകത്ത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പഠിക്കുന്ന കുട്ടികളെയാണ്. തന്റെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ആ നാട് ഇതാ കേരളം, ഇതാ കേരളം. മണിശങ്കർ അയ്യർ എന്നല്ല, കേരളത്തിന്റെ പുറത്ത് ഉത്തരേന്ത്യയിൽ ജീവിച്ച ഏത് മനുഷ്യനും ഈ കേരളത്തിൽ വന്നാൽ കേരളത്തിന്റെ ഭരണകൂടത്തെ, ഭരണകർത്താവിനെ പുകഴ്ത്തി പറയാതെ പോവാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം മണിശങ്കർ അയ്യർ പറഞ്ഞു പോയി എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇപ്പോ മണിശങ്കർ അയ്യർക്കെതിരെയുള്ള പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പോ റജി ആ വാക്ക് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കേരളത്തിന് പുറത്തുനിന്നുള്ളതാണ് മണിശങ്കർ അയ്യർ. ആ പുറത്തുനിന്നുള്ള മനുഷ്യർ ഈ കേരളത്തിൽ വരണം. കോവിഡ് മഹാമാരിയുടെ കാലം റജി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് കേരളത്തിൽ വന്നിരുന്ന ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കൊടുത്തൊരു ഹർജിയുണ്ട്. എന്താണ് ഹർജി? എന്റെ സന്ദർശക വിസയുടെ കാലാവധി ഒന്ന് നീട്ടിത്തരണം. എന്താ കാരണം? അയാളുടെ നാടിൽ ലോക പോലീസ് എന്ന ചമയുന്ന അമേരിക്കയുടെ തെരുവീതികളിൽ ഇയ്യാമ്പാറ്റകളെ പോലെ മനുഷ്യർ മരിച്ചു വീഴുമ്പോ അയാൾ പറഞ്ഞു, ഈ കേരളത്തിൽ, ലോകത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ അത് കേരളമാണ്. എന്താ കാരണം? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് നിറഞ്ഞു കവിഞ്ഞോ ഈ കോവിഡ് രോഗികളെ കൊണ്ട്? ഇല്ല. ആ കോവിഡ് രോഗികളെ പ്രാഥമിക ചികിത്സക്ക് സ്കൂളുകളെ ആശുപത്രികളാക്കി മാറ്റി. അവിടേക്ക് കൊണ്ടുപോയി അവിടെ ഡോക്ടർമാരെ നിയോഗിച്ചു, നഴ്സുമാരെ നിയോഗിച്ചു, അവർക്ക് പല്ല് തേക്കാനുള്ള ബ്രഷ് കൊടുത്തു, പേസ്റ്റ് കൊടുത്തു, ഭക്ഷണം കൊടുത്തു, എല്ലാം കൊടുത്തു. അവിടെ നിന്ന് രോഗം അധികരിക്കുന്നവരെ മാത്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഈ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജും ഒരു താലൂക്ക് ആശുപത്രിയും നിറഞ്ഞു കവിഞ്ഞില്ല. അമേരിക്ക പോലും മാതൃകയാക്കിയ ഭരണം ഉണ്ടായിട്ടുള്ളത് ഈ കേരളത്തിലാണ്. അപ്പൊ ലോകത്ത് ഇപ്പൊ നമുക്കറിയാം, ശിശുമരണം നമ്മൾ ആരോടാ മത്സരിക്കുന്നത്? റജിയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന മണിശങ്കർ അയ്യർക്ക് പ്രയാസം ഉണ്ടാവും. ഇവിടെ ഇന്ത്യയിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോ
38 കുട്ടികൾ ശരാശരിയാണ്. UP-യിലെ 70-ന്റെ മേലെ കുട്ടികൾ മരിക്കുമ്പോൾ ഈ കേരളത്തിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 5 പേരാ മരിക്കുന്നത്. നമ്മൾ മത്സരിക്കുന്നത് അമേരിക്കയോടാണ്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 5.5 ആണ് അമേരിക്കയിലെ മരണനിരക്ക്. ഈ കേരളത്തിൽ ശ്രീമതി ശൈലജ ടീച്ചർ പറഞ്ഞല്ലോ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 1000-ൽ 12 പേരാ മരിക്കുന്നത്. ആ 12 പേരിൽ നിന്ന് മരണം കുറക്കാൻ എങ്ങനെയാ ശ്രമിച്ചത്? എന്താണ് മരണകാരണം? ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ഹൃദയത്തിനാണ് തകരാറ്. അത് ശരിയാക്കുന്നതിന് വേണ്ടിയാണ് ഹൃദയം എന്നൊരു പദ്ധതി നാട്ടിൽ നടപ്പാക്കിയത്. ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ, സ്വകാര്യ ആശുപത്രികളിൽ കുട്ടികളുടെ ഹൃദയത്തിനുള്ള ചികിത്സക്ക് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഈ സർക്കാർ കൊടുക്കുക. അങ്ങനെ അമേരിക്കയോട് ജയിച്ച ഒരു നാടാണ് കേരളം.